അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മൈമൂൻ ബിൻ സിയാഹ് ചോദിച്ച ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുകയും നമ്മുടെ ഖിബ്ലക്ക് അഭിമുഖീകരിക്കുകയും നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫഹുവൽ മുസ്ലിം, അവനാകുന്നു മുസ്ലിം, ലഹു മാലിൽ മുസ്ലിം, മുസ്ലിമിനുള്ളത് അവനുണ്ട്, വഅലൈഹി മാലൽ മുസ്ലിം, മുസ്ലിമിന്റെ മേലുള്ളത് അവന്റെ മേൽ ബാധ്യതയുമുണ്ട്. അപ്പോൾ വെറും ഖിബ്ലക്ക് അഭിമുഖമായി നമസ്കരിച്ചു എന്നതുകൊണ്ട് ഒരാൾ അഹ്ലുൽ ഖിബ്ലയിൽ പെടുന്നില്ല എന്നാണ് ഇമാം ബുഖാരി തന്നെ അനസ് ബിൻ മാലിക്കിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സാധാരണ ആളുകൾ പറയാറുള്ളത്, നമസ്കരിക്കുകയും കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവരാണ്, അവരെയൊക്കെ മുസ്ലിങ്ങളായി കാണണം എന്ന് പറയാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ പറഞ്ഞതിനെ മറ്റ് രണ്ട് ഹദീസുകൾ കൊണ്ട് വിശദീകരിച്ചു. ആ രണ്ട് ഹദീസിലും ആദ്യം പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അത് അംഗീകരിക്കുകയും എന്നിട്ട് നമസ്കാരവും കഅബയും ഒക്കെ അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നതാണ്. അപ്പോൾ അടിസ്ഥാനം തൗഹീദാണ്. അതുകൊണ്ട് തന്നെ തൗഹീദുള്ള നമസ്കാരം നിർവഹിക്കുന്ന, കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന, മുസ്ലിങ്ങൾ അറുത്തത് തിന്നുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് അഹ്ലുൽ ഖിബ്ല എന്നത്. മാത്രവുമല്ല, അവർ അഹ്ലുത് തഖ്വയാണ്, തഖ്വയുടെ ആളുകളാണ് എന്ന് ഖുർആൻ പറഞ്ഞു.